പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലമാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നേരത്തെ ആളുകൾ പറഞ്ഞ അഭിപ്രായങ്ങൾ നമ്മൾ കേട്ടു. ഒന്നുകൂടി നമുക്കിവിടെ ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്ന് നോക്കാം. ചേട്ടാ, അപ്പോൾ ചേട്ടൻ പറവൂർ മണ്ഡലത്തിലാണ്. ഇക്കുറി ശക്തമായ മത്സരമാണോ? ശക്തമാണ്. ആര് ജയിക്കുമെന്നാണ് തോന്നുന്നത്? ആര് ജയിക്കുമെന്നത് പറയാൻ പറ്റില്ല. അത്രയ്ക്ക് ശക്തമായ മത്സരമാണ്. ചേട്ടൻ ഏതായാലും വോട്ട് ചെയ്യും. ആർക്കാണ് വോട്ട് ചെയ്യുന്നത് പരസ്യമായിട്ട് ചോദിക്കുന്നില്ല, പറയാൻ പറ്റൂല. പക്ഷെ ചേട്ടൻ ഇപ്പോൾ തന്നെ തീരുമാനം എടുത്തിട്ടുണ്ട് ആർക്ക് വോട്ട് ചെയ്യണമെന്ന്. ഈ കുറെ നാളുകളായി വി.ഡി. സതീശനാണല്ലോ ജയിക്കുന്നത്. വലിയ വികസനങ്ങൾ ഈ മണ്ഡലത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ആദ്യമൊക്കെ വികസനം ഉണ്ടായിട്ടുണ്ട്, പിന്നെ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഈ LDF പറയുന്നത് വികസന മുരടിപ്പ് ഉള്ള ഒരു മണ്ഡലമാണെന്ന് പറയുന്നുണ്ട്. അതിനോട് യോജിപ്പുണ്ടോ? അതിപ്പോ ഓരോരുത്തർ വരുമ്പോ അതനുസരിച്ചല്ലേ ഇത് വരുള്ളൂ. ഓരോരുത്തരുടെ പ്രവർത്തനം പോലെ ഇരിക്കും കാര്യങ്ങൾ. ഏതായാലും വി.ഡി. സതീശൻ എന്നുള്ള MLA-യുടെ പ്രവർത്തനത്തിൽ ചേട്ടൻ തൃപ്തനാണ് മണ്ഡലത്തിലുള്ള ആളെന്നുള്ള നിലയ്ക്ക്? അതിപ്പോ കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പം നമുക്ക് ഒരു ചേട്ടൻ കൂടിയുണ്ട്. ചേട്ടാ, ശക്തമായ മത്സരമാണോ ഇവിടെ നടക്കുന്നത് പറവൂർ മണ്ഡലത്തില്? മത്സരം എന്ന് പറയുന്നത് ശക്തമാണല്ലോ. ഈ പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലമാണ്. വി.ഡി. സതീശൻ ഇപ്പോൾ 2001 മുതൽ തുടർച്ചയായിട്ട് ജയിക്കുന്നുണ്ട്. അപ്പോൾ തുടർച്ചയായിട്ട് ജയിക്കുന്നതാണ്, അതുകൊണ്ട് തന്നെ വലിയ വികസനം ഈ മണ്ഡലത്തിലേക്ക് അദ്ദേഹത്തിന് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടോ? ഏതായാലും ഈ 10 വർഷത്തിന് മുൻപും ഈ MLA ഇവിടെ ഉണ്ടായിരുന്നു. അതിനേക്കാൾ വലിയ ഇതൊന്നും ഉണ്ടായിട്ടില്ല. ഇതിങ്ങനെ ഓരോ ആളുകൾ വരുന്നതോറും മാറി മാറി വരുന്നത് എന്നുള്ളത് കഴിഞ്ഞിട്ട് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ചേട്ടൻ എവിടെയാ വോട്ടുള്ളത്? ഈ മണ്ഡലത്തിൽ എവിടെയാ വോട്ടുള്ളത്? ഏഴിക്കര. ഏഴിക്കരയിലാണ് വോട്ട്. അപ്പോൾ ഇതിനോടകം തന്നെ തീരുമാനം എടുത്തിട്ടുണ്ട് ആർക്ക് വോട്ട് ചെയ്യണമെന്ന്? വി.ഡി. സതീശനെ വോട്ട് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പൊ ചേട്ടൻ വ്യക്തമായിട്ട് അഭിപ്രായം പറഞ്ഞു. ഒരു ചേട്ടൻ കൂടി ഉണ്ട്. ചേട്ടാ, ഈ മണ്ഡലത്തിലുള്ള ആളാണോ? ഈ മണ്ഡലത്തിലുള്ള ആളാണോ? അപ്പോൾ എങ്ങനെയാ തെരഞ്ഞെടുപ്പ് ചൂട് എങ്ങനെയുണ്ട്? മത്സര ചൂട് എങ്ങനെയുണ്ട്? ഇവിടെ അടുത്ത വർഷം ജയിക്കും. കഴിഞ്ഞ 25 വർഷമായിട്ട് ഒന്നും ചെയ്യാത്തൊരു മണ്ഡലമാണത് വി.ഡി. സതീശൻ. ചേട്ടൻ CPM ആണോ CPI ആണോ? LDF-ന്റെ ആളാ. LDF-ന്റെ ആളാ. ഒരു വികസനവും ഇവിടെ ഉണ്ടായിട്ടില്ല പറവൂര്. ഈ ആശുപത്രി, സർക്കാർ ആശുപത്രി, ഇവിടെയുള്ള മറ്റു അസംബ്ലിയിലൊക്കെ പോയും മണ്ഡലമൊക്കെ പോയി എന്തെല്ലാം വികസനം ഉണ്ടായിരുന്നു. അവിടുത്തെ ആശുപത്രികളൊക്കെ എല്ലാം ജില്ലാ ആശുപത്രിയിലൊക്കെ. പക്ഷെ പറവൂര് ആശുപത്രി ഇപ്പോഴും ഇവിടെ ശോചനീയാവസ്ഥ. പറവൂര് കോളേജില്ല. അത് നമ്മുടെ ഈ ഇവിടെ ഷർമ്മയും പിണറായി സഖാബൊക്കെ വന്നിട്ടാണ് ഇവിടെ കോളേജ് അനുവദിച്ചതല്ല. എന്നിട്ട് അത് അയാളുടെ ക്രെഡിറ്റ് ആയിട്ട് ഞാൻ അനുവദിച്ചാണെന്നാണ് സതീശനല്ല. ഇവിടുത്തെ ഈ സർക്കാർ അവരുടെ ഫണ്ട് കൊണ്ടാണ്. ഇവിടെ ഒരു ഗ്രൗണ്ട് ഇല്ല, പിള്ളേർ കളിക്കാൻ ഗ്രൗണ്ട് ഇല്ല. വളരെ ശോചനീയാവസ്ഥ. ഈ പ്രാവശ്യം എന്തായാലും ടൈസൺ മാഷ് ജയിക്കും, ഉറപ്പുള്ള. ശരി, ഓക്കെ. ഒരു 2 ചേട്ടന്മാർ കൂടി ഉണ്ട്. ചേട്ടാ, ഒരു നിമിഷം. ഈ മണ്ഡലത്തിലുള്ള ആളാണോ? പറവൂരാണ്. അപ്പൊ ഇത്തവണ എങ്ങനെയുണ്ട് മത്സരം? എങ്ങനെയുണ്ട് മത്സരം? അടിപൊളിയാണ്. ടൈറ്റ് മത്സരമായിരുന്നു. അതെ, അതുപോലെ തന്നെ ഈ ടൈസൺ മാസ്റ്റർ മണ്ഡലത്തിന് പുറത്തുനിന്ന് ഇങ്ങോട്ട് LDF കൊണ്ടുവന്നിരിക്കുന്നതാണ് ഈ മത്സര ചൂട് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് എന്നാണ് അവർ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മത്സരം കഴിഞ്ഞ തവണത്തെ കാലൊക്കെ ശക്തമായിട്ടുണ്ടോ? അത് പറയാൻ പറ്റില്ല. ടൈസൺ മാസ്റ്ററിനെ സംബന്ധിച്ച് ഇപ്പോ അങ്ങനെ ഇവിടെ ഒരു അറിയാത്ത ഒരു ബന്ധങ്ങളാണ്. ആര് ജയിക്കണം എന്നാണ് ചേട്ടൻ ആഗ്രഹിക്കുന്നത് ഈ മണ്ഡലത്തിൽ? വി.ഡി. സതീശൻ ജയിക്കണം എന്നാണ് ചേട്ടന്റെ ആഗ്രഹം. ഓക്കെ, അപ്പൊ നന്ദി ചേട്ടാ. ചേട്ടൻ എന്താ പറയുന്നത്? ഞാൻ ഈ മണ്ഡലത്തിലല്ല, വൈപ്പിനാണ്. വൈപ്പ് മണ്ഡലത്തിലാണ്. എന്നാലും ഈ മണ്ഡലത്തിലേക്ക് വന്നു പോകുന്ന ആളാണോ? വലിയ വികസനമൊക്കെ നടക്കുന്ന മണ്ഡലമാണ് തോന്നിയിട്ടുണ്ടോ? വി.ഡി. സതീശനാണ് ഇവിടെ വരാൻ സാധ്യത. പക്ഷേ ഈ തവണ വത്സല എന്താണ് പ്രസന്നകുമാർ നല്ലൊരു കുറെ വോട്ട് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. NDA നല്ലൊരു വോട്ട് പിടിക്കാനുള്ള സാധ്യത. സ്വതന്ത്രമായി ചിന്തിച്ച് പറയുന്നതാണോ അതോ BJP-യുടെ അനുഭവം ഉള്ളതുകൊണ്ട് പറയുന്നത്? BJP-യുടെ അനുഭവം കൊണ്ടല്ല, ഞങ്ങള് ആദ്യകാലം മുതലേ കോൺഗ്രസിന്റെ ഒരു ആൾക്കാർ തന്നെയായിരുന്നു. പഴയ കോൺഗ്രസ്സുകാരിയാണ് ഇപ്പോഴത്തെ NDA സ്ഥാനാർത്ഥി. അതെ, അതുകൊണ്ട് കൂടി തോന്നുന്നതാണ് അല്ലേ? കാരണം ഇപ്പൊ കോൺഗ്രസിനെ കൊണ്ടും LDF-നെ കൊണ്ടും ഒന്നും പറ്റാത്തൊരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് തോന്നുന്നത്. NDA പറയുന്നത്. അല്ലാണ്ട് BJP-കാരനായതുകൊണ്ട് മാത്രമല്ല, അതാണ് അതിന്റെ കാര്യം. ശരി, അപ്പൊ നന്ദി ചേട്ടാ. ഒരാളും കൂടി ഉണ്ട്. ചേട്ടാ, എന്താ ഈ മണ്ഡലത്തിലെ മത്സരം എങ്ങനെയുണ്ട്? ടൈറ്റ് മത്സരമാണ്. എന്നാൽ ആര് ജയിക്കുമെന്നാണ്? അതായത് ഈ പറയുന്ന പ്രതിപക്ഷ നേതാവിനെ ഒരു കടുത്ത മത്സരം നേരിടേണ്ടി വരുന്ന ഒരു അവസരമാണിത്. ഇതിനു മുമ്പ് ഇങ്ങനെ അവസരം ഉണ്ടായിട്ടില്ലേ? ഇതിനു മുമ്പ് ഇത്ര ടൈറ്റ് മത്സരം ഉണ്ടായിട്ടില്ല. ആദ്യം മത്സരിച്ചപ്പോ തോറ്റു, പിന്നീട് 5 തവണ തുടർച്ചയായി അദ്ദേഹം ജയിച്ചു. ആദ്യം ഉണ്ടായ പോലെ ചിലപ്പോൾ സംഭവിക്കാം. എന്ന് വെച്ചാൽ ഒരു അട്ടിമറി മണ്ഡലത്തിലുണ്ടാവും. ചേട്ടൻ LDF ആണോ? LDF-ന്റെ അനുഭാവിയാണ്. പക്ഷെ അങ്ങനെയല്ല, നമ്മള് നോക്കിയിട്ടാണ് മൊത്തം പറയണത്. ഈ പ്രാവശ്യം ടൈറ്റ് മത്സരം, മൊത്തത്തിൽ ടൈറ്റ് മത്സരമാണ്. ഈ മണ്ഡലത്തിലും ടൈറ്റ് മത്സരമാണ്. അപ്പോൾ പല രീതിയിൽ ആളുകൾ അഭിപ്രായം പറയുന്നുണ്ട്. വി.ഡി. സതീശൻ വീണ്ടും ജയിക്കുമെന്ന് പറയുന്നുണ്ട്. LDF വരണമെന്ന് പറയുന്നവരുണ്ട്. NDA കൂടുതൽ വോട്ട് നേടുമെന്ന് പറയുന്നുണ്ട്.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.